തേപ്പിനാണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറ്റിയിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വധു വരിക. ഒരു 47 വയസ്സിൻ്റെ ഉള്ളിലുള്ള ദൂരമൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തയ്യാറുണ്ട്, ദൂരമൊന്നും പ്രശ്നമില്ല. പുള്ളിക്ക് സ്വന്തമായിട്ട് വീട് ഒക്കെ ഉള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ ബോവിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് രമേശിനെ കാണാനാണ്. രമേശ് ഏട്ടനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ വടികുത്തിയാണ് നടക്കുക. ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കും, കുഴപ്പമൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ കൂടെ നിൽക്കണം കേട്ടോ. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ഇപ്പോൾ നമ്മളുള്ളത് രമേശ് ഏട്ടൻ്റെ വീട്ടിലാണ്. പുള്ളീൻ്റെ വീട് കുറച്ച് താഴത്താണ് വരുന്നത്. ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിലെ സൗകര്യം, അതുകൊണ്ട് ഇവിടെ വന്നു കേട്ടോ. എന്നാൽ നമുക്ക് ആളെ പരിചയപ്പെടാം. ഇതാണ് രമേശ് ഏട്ടൻ കേട്ടോ. ഈ വരുന്നത് ഉള്ളിൽ നിന്നിങ്ങനെ ചുമര് പിടിച്ച് നടക്കും. പുറത്തേക്ക് പോകുമ്പോൾ വടീൻ്റെ സഹായത്തിലാണ്. ആൾ ഭയങ്കര ഉഷാറാണ്. ഭിന്നശേഷി മേഖലയിലൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. മേശേട്ടാ, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. വീട്ടിൽ നിന്ന് ഇങ്ങനെ ചുമര് പിടിച്ചിങ്ങനെ എന്തേലും ബുദ്ധിമുട്ട്? ഞാനൊരു മുമ്പ് ഒരു കൂലി പണി എടുക്കുമ്പോൾ താഴെ വീണതാണ്. ഉയരത്തുനിന്ന് വീണിയാ? നിട്ടലിന് ശബ്ദം പറ്റും. നട്ടലിന് തീരെ കിടപ്പിലായിരുന്നു കുറച്ച്, ഒരു 3 വർഷം. പിന്നെ ആയുർവേദിക് ചെയ്തിട്ട് ഈ നിലക്കെത്തി. ശരി ശരി, നല്ലൊരു ചികിത്സ കിട്ടിയെങ്കിൽ ജീവിതത്തിൽ തിരിച്ചു വരാം. ഡോക്ടർമാർ ഉറപ്പ് പറയുന്നുണ്ട്. ഇപ്പം എത്ര ഇത് പറ്റിയിട്ട്? 20 വർഷമായ ഉള്ളിൽ നേട്ടം പറയാം. ഇരിക്കുന്നാല് നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി? ഇത് 51, 52 ഇടയിൽ. 52. 52 വയസ്സാണ് ആയത്. ഇപ്പോൾ നിങ്ങൾ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ഞാൻ സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട്. എന്ത്? സോപ്പ് പൊടി, ഫെനോയിൽ, ഇങ്ങനെ ലിക്വിഡ് ഐറ്റം, പിന്നെ കൊട, അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കും. പേപ്പർ പേനൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകും. ഈ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് പൈലറ്റ് കെയറിലൊക്കെ പോകും. ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എങ്ങനെ വിപണനം ചെയ്യല്? ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് ഓർഡർ വന്നെങ്കിൽ മാത്രമേ ഉണ്ടാക്കി വെക്കൂ. ഞാൻ ഉണ്ടാക്കി സ്റ്റോക്ക് വെക്കല്ല, ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി വെക്കും. ശരി. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? കണ്ണൂർ കാസർഗോഡാണ് കൂടുതൽ നോക്കുന്നത്. ഇപ്പൊ ദൂരെയാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് പ്രശ്നമില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ. സ്വന്തം വീട് കാര്യങ്ങളൊക്കെ? സ്വന്തം വീട്. വീട്ടിലാരൊക്കെ ഇപ്പൊ ഉള്ള? അമ്മയും നിങ്ങളും. എത്ര വയസ്സ് വരെ നമുക്ക് നോക്കാം? മാക്സിമം ഒരു 40, 45, 47 വയസ്സ് വരെ നോക്കാം. ഒരു 47 വരെ നമുക്ക് നോക്കാം അല്ലേ? അതെ. ഡിവോഴ്സ് ആയതും ഭർത്താവ് മരിച്ചതൊക്കെ നമുക്ക് നോക്കാം. മക്കളുള്ളത് നമുക്ക് പറ്റുമോ? അത് മക്കളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ബാധ്യത ഒന്നും ഇല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. വലിയ മക്കൾ കല്യാണം കഴിഞ്ഞൊക്കെ പോയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്ക് പറ്റുമോ? അത് പറ്റും. വീട്ടിൻ്റെ ജോലി ചെയ്താൽ മതി. വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ചെറിയ ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്ക് പറ്റൂല്ലേ? അതെ അതെ. ആ വീൽ ചെയറിൽ നമുക്കിപ്പോൾ നട്ടലിന് ക്ഷതം പറ്റിയിട്ട് കാലിന് മാത്രമാണ് ബുദ്ധിമുട്ട് വന്നതല്ലേ? അല്ലാണ്ട് ഒരു കാലിനാണോ? ഒരു കാലിന്. ഏത് കാലിനാ? വലത്തെ കാലിന്. അപ്പോൾ ഒരു ബലക്കുറവാണോ അല്ലെങ്കിൽ? ചെറിയൊരു ബലക്കുറവാണ്. കൂടുതലായിട്ടൊന്നും ഇല്ല അല്ലേ? വടി പിടിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് പുറത്തൊക്കെ നടന്നൂടെ? ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഈ വീൽ ചെയർ എത്രാം വയസ്സിലാണ് വന്നത്? 2009. അതിന് മുമ്പ് എന്തായിരുന്നു നിങ്ങൾ ജോലിയൊക്കെ? തേപ്പിൻ്റെ പണിയെല്ലാം എടുത്തോണ്ട്. തേപ്പിൻ്റെ പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറ്റിയിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വധു വരിക. ഒരു 47 വയസ്സിൻ്റെ ഉള്ളിലുള്ള ദൂരമൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തയ്യാറുണ്ട്, ദൂരമൊന്നും പ്രശ്നമില്ല. പുള്ളിക്ക് സ്വന്തമായിട്ട് വീട് ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരാം. എത്ര ദൂരം എന്നുള്ളതാണ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മനസ്സിലാക്കുന്ന ഒരാളാവണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമില്ല, പക്ഷേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും വീട് കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്ന ആളായിരിക്കണം. അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വരിക. വേറൊന്നും പറയാനില്ലല്ലോ? അതെ. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു 47 വയസ്സിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ നമുക്കൊരു 40 വയസ്സിൻ്റെ മുകളിലോട്ട് എത്രയാവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ദൂരമൊന്നും പ്രശ്നമില്ല. പിന്നെ 1-2 വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടാണെന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഏറ്റവും വലുത് പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ മരണം വരെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവ് മരിച്ച ഒരു വീടും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒറ്റപ്പെട്ട് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന അവരൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആലോചനയൊക്കെ നമുക്ക് സ്വീകരിക്കാം. വേറെ ഒന്നും നോക്കുന്നൊന്നുമില്ല, സാമ്പത്തികം കാര്യങ്ങളൊന്നും നോക്കുന്നൊന്നുമില്ല.
സ്നേഹിക്കാനുള്ള ഒരാൾ എന്നുള്ളതാണ്. പിന്നെ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുന്നതാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ്. ഈ കാലിനൊരു വടി കുത്തിയാലെല്ലാം സുഖമായിട്ട് ചെയ്യാം. വടി കുത്തണം എന്നുള്ളൊരു വിഷയമേ ഉള്ളൂ കേട്ടോ, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ.